4 ഏക്കർ സ്ഥലത്ത് സമ്മിശ്ര കൃഷിയിലൂടെ വിജയം കൈവരിച്ച ഒരു കർഷകനുണ്ട് ഇടുക്കിയിൽ. കരിമ്പൻ കുട്ടപ്പൻ സിറ്റി സ്വദേശിയായ കൂനംപാറയിൽ അഗസ്റ്റിൻ. പരമ്പരാഗത കൃഷി രീതികൾക്കൊപ്പം തന്റേതായ ശൈലിയും പരീക്ഷിച്ചാണ് ഈ കർഷകൻ വിജയം കൊയ്യുന്നത്. തനി ഇടുക്കി സ്റ്റൈൽ കൃഷിത്തോട്ടത്തിലെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടപ്പൻ സിറ്റിയിൽ നിന്ന് രാഹുൽ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാവിലെ നീ ജിമ്മിൽ പോണ്ടോ? നല്ല മസിലൊക്കെ ഉണ്ടല്ലോ. എടാ ജിമ്മിലോ? ഞാനോ? ഞങ്ങളൊക്കെ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകരാ. ഞങ്ങൾക്കൊന്നും ജിമ്മിൽ പോകേണ്ട യാതൊരു ആവശ്യമുള്ളതല്ല. നീയാണോ പൊന്നു വിളയിക്കുന്ന കർഷകൻ? അല്ല, ഞാനല്ല. ഇവിടെ ഇടുക്കിയിൽ ഒരുപാട് പേരുണ്ട് അങ്ങനെ പൊന്നു വിളയിക്കുന്ന കർഷകർ. നിനക്ക് സംശയമുണ്ടോ? സംശയമുണ്ട്. എന്നാൽ കയറി ഇടുക്കിയുടെ ദേശീയഭവനായിട്ടുള്ള ജീപ്പിലോട്ട് തന്നെ കയറിക്കോ. നമ്മൾ ഇടുക്കിയിലെ കൃഷിത്തോട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്താ? ഏലവും കുരുമുളകും ജാതിയും ഗ്രാമ്പും ഒക്കെ അല്ലേ? അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സമ്മിശ്ര കൃഷിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കൂനംപാറയിലെ അഗസ്റ്റിൻ ചേട്ടൻ്റെ കൃഷിത്തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ അഗസ്റ്റിൻ ചേട്ടൻ, ഞങ്ങളുടെ കൂനംപാറ കുഞ്ഞുഞ്ഞേട്ടൻ. ഇവിടെ ഈ തോട്ടത്തിലെ കുറേ വെറൈറ്റി കൃഷികളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരും ചേട്ടൻ, അല്ലേ? ആദ്യം നമ്മളിപ്പം കുരുമുളക് കൃഷി കാണാം നമുക്ക് ആദ്യമായിട്ട്. ഇപ്പോൾ ഒരു പ്രമുഖമായ എല്ലാ ഐറ്റവും എൻ്റെ പറമ്പിലുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ലപോലെ കൃഷി ചെയ്ത് ഇപ്പോൾ എല്ലാവരും അനുകരിക്കുന്ന സാധനമാണ് കുമ്പയ്ക്കൽ എന്ന് പറയുന്നത്. അതുപോലെ അഗളി എന്ന് പറയുന്ന ഒരു കൊടിയുണ്ട്. ഈ അഗളിയുടെ പ്രത്യേകത ഏതാണ്ട് 100 കിലോ പച്ചമുളകിന് അവർ പറയുന്നത് 45 കിലോ ഉണക്കമുളക് കിട്ടുന്നതാണ്. 100 കിലോ പച്ചമുളക് പകുതിയുടെ അടുത്ത് 45 കിലോയുടെ അടുത്ത് കിട്ടും. അത് മാത്രമല്ല, അത് കിളികൾക്ക് വേണ്ട. അതിൻ്റെ കാരണം വെച്ചാൽ അത് അരി മാത്രമേ ഉള്ളൂ, അതിൻ്റെ പുറത്തുള്ള പൾപ്പില്ല. ഇത് ഗണപതി നാരകത്തിൽ മുസാമ്പി ഗ്രാഫ്റ്റ് ചെയ്തിരിക്കും. ഇതെല്ലാം 5-6 സൈസ് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇതാണ് അഗളി എന്ന് പറഞ്ഞ കൊടി. ഇതാണ് ഇത് അഗളി എന്ന് പറഞ്ഞ 2ാം വർഷം കൊടിയാണ്. ഇതിനകത്ത് നമ്മുടെ ഈ പ്രധാനപ്പെട്ട ഐറ്റംസ് ആയിട്ടുള്ള ജാതി, കുരുമുളക്, കൊക്കോ, ഏലം അങ്ങനെയുള്ളത് മാത്രമല്ല, മറ്റ് ചെറിയ ചെടികളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജാതിയാണ് ഈ കാണുന്നത്. ഇതിന് നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പുള്ള ജാതിയല്ല. അതിൽ ഞാൻ സിലോൺ ജാതിയുടെ കണ്ണെടുത്ത് ബഡ് ചെയ്തതാണ്. ഇപ്പോൾ സിലോൺ ജാതിയുടെ പ്രത്യേകത കാണുന്നത് വളരെ അടുത്ത് നടാം നമുക്ക്. എനിക്ക് തോന്നുന്നത് ഒരു 15 അടി 10 ഇഞ്ച് ഈ ജാതി നടാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഒത്തിരി വട്ടാരം വെക്കല മറ്റേ ജാതി പോലെ. നേരെ ഏതാണ്ട് മുകളിലേക്ക് അതിൻ്റെ കമ്പളി നോക്കിയാലറിയാം. പക്ഷെ വലിപ്പമുള്ള കായും വലിപ്പമുള്ള പൂവാണ്. ഒരു 4 ഗ്രാം പൂവ് കിട്ടും. ഒരു 80 കായ്ക്ക് 1 കിലോ നമുക്ക് തൂക്കം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടുന്നല്ലേ ഈ ഏലം കൃഷി തുടങ്ങണേ? അതെ, ഏലം നമ്മുടെ ഇവിടുന്ന് താഴേക്ക് അങ്ങ് സൈഡുണ്ട് കുറച്ച്. പക്ഷേ ഇവിടുന്നാണ് മെയിനായിട്ട് താഴോട്ട് പോകുന്നത്. പ്രദേശത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുന്ന തട്ടകളുണ്ട്. ഏതൊക്കെ വെറൈറ്റികളാണ് ഇവിടെ? ഏറ്റവും നല്ലത് നമുക്ക് പറ്റുന്ന ഒന്ന് ഞള്ളാനി. നമ്മുടെ ഇടുക്കിയിലെ ഏറ്റവും പേര് കേട്ട, ഇടുക്കിയിലെ നല്ല ലോകോത്തരമായ ഒരു ഏലമാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളും ചെയ്യുന്നത് ഇച്ചിരി ഉണക്ക് കൂടുതലുള്ളിടത്തും വെള്ളത്തിൻ്റെ ലഭ്യത കുറവുള്ളിടത്തും ചെയ്യുന്ന കുമിളി ഏലം, അല്ലെങ്കിൽ കണിപറമ്പിൽ എന്ന് പറയുന്ന ഏലമാണ്. അത് വളരെ മെച്ചമുള്ളൊരു ഏലമാണെന്ന് കാണുന്നത്. കാരണം വെച്ചാൽ നമ്മളിവിടെയൊക്കെ വെച്ചിട്ടും ഒരു 35 ഡിഗ്രിയുടെ മുകളിൽ ചൂടൊന്നും വന്നാലും അവനൊരു വിഷയമുള്ളൊരു കേസല്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ കുഞ്ഞുഞ്ഞേട്ടൻ്റെ തോട്ടത്തിലെ കൃഷി രീതികളെ പറ്റിയാണ് നമ്മൾ കൂടുതലും മനസ്സിലാക്കിയത്, കണ്ടത്, അറിഞ്ഞത്.
ഈ വ്യത്യസ്ത ഇനങ്ങൾ കൊണ്ട് മാത്രം ഇവിടെ തീരുന്നതല്ല, ഇനിയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ പുതിയ തരത്തിലുള്ള കൃഷിരീതികൾ പരീക്ഷിക്കാനും ഇദ്ദേഹം തയ്യാറാണ്. എന്തായാലും ഇതുപോലുള്ള കർഷകരെ തേടിയുള്ള റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ യാത്ര ഇനിയും തുടരും. അതീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. അതായത് അഗസ്റ്റിൻ ചേട്ടൻ്റെ പറമ്പിൽ ഇനി ഇല്ലാത്തൊരു ഐറ്റം ഇല്ല. ചില കൃഷിവിളകളുടെ പേര് പറഞ്ഞില്ല, അത് എനിക്കും അറിയാത്ത പേരുകളുണ്ട്, മനസ്സിലായിട്ടില്ല. ഇതിൽ തന്നെ ജാതിയിൽ തന്നെ അതിലില്ലാത്ത വെറൈറ്റികളൊന്നുമില്ല. അപ്പോൾ ഏതായാലും അതൊരു മികച്ച കൃഷിപാഠമാണ്, ഒരു കൃഷിയിടമാണ്.